നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയെ ദുരൂഹ സാഹചര്യത്തിൽ അതിക്രൂരമായ മർദ്ദനമേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവം. സ്വന്തം വീടിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കപ്പെടുക, അതും ബലാത്സംഗത്തിന് ഇരയാക്കുക. ഈ ക്രൂര സംഭവത്തിൽ ഇപ്പോൾ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് നടുക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. താൻ നിരവധി തവണ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു, അപ്പോഴൊക്കെ കോൾ വെയിറ്റിംഗ്. പിന്നീട് സംശയം തോന്നി താൻ പെൺകുട്ടിയുടെ വീട്ടുമുറ്റത്തെത്തി. അപ്പോൾ വീട്ടുമുറ്റത്ത് മറ്റൊരു യുവാവ്. അനൂപിന്റെ സംശയരോഗം മൂലം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പെൺകുട്ടി അയാൾ മർദ്ദിച്ചിരുന്നു. വീട്ടുമുറ്റത്ത് നിന്ന് യുവാവിനെ പെൺകുട്ടി വിളിച്ചു വരുത്തിയതാവാം എന്ന് താൻ കരുതി. തുടർന്ന് അനൂപ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. അവളുടെ തല ഭിത്തിയിലിടിച്ചു. ഇതിനിടയിൽ ലൈംഗിക ബന്ധത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ പെൺകുട്ടി അതിനനുവദിച്ചില്ല. തുടർന്ന് അവളെ അതിക്രൂരമായി മർദ്ദിച്ച് അവശയാക്കി. തല പലവട്ടം ഭിത്തിയിലിടിപ്പിച്ചു, ശ്വാസം മുട്ടിച്ചു. പിന്നാലെ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പെൺകുട്ടി ഫാനിൽ കുരുക്കിട്ടുവെന്നാണ് അനു പറയുന്നത്. എന്നാൽ പോലീസ് ഇതത്ര വിശ്വസിക്കുന്നില്ല. ഷാൾ കഴുത്തിൽ കുരുക്കി പെൺകുട്ടിയെ കൊല്ലാനുള്ള ശ്രമം ഇവൻ നടത്തിയിരിക്കാം. പോയി ചത്തോ എന്നായിരുന്നു അനൂപിന്റെ പ്രതികരണം. പോലീസിനോട് അനൂപ് പറയുന്നത് വ്യത്യസ്തമായ കഥ. ഫാനിൽ കുരുക്കിട്ട് അവൾ തൂങ്ങിക്കിടന്നു. താൻ അവളെ ഉയർത്തിപ്പിടിച്ചു. ഷാൾ അഴിക്കാൻ ഒരു മാർഗവുമില്ല. പിന്നീട് അടുക്കളയിലേക്ക് ഓടി കത്തിയെടുത്തുകൊണ്ടുവന്ന് കണ്ടിച്ച് താഴെയിട്ടു. പിന്നാലെ പെൺകുട്ടി മരണവെപ്രാളത്തിൽ പിടയുന്നതാണ് താൻ കണ്ടത്. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖം അമർത്തിപ്പിടിച്ചു. അത് പെൺകുട്ടിയുടെ നില കൂടുതൽ വഷളാക്കി. അബോധാവസ്ഥയിലായപ്പോൾ പെൺകുട്ടി മരിച്ചുവെന്ന് കരുതിയാണ് താൻ ഇറങ്ങിയോടിയത് എന്ന് യുവാവ് പറയുന്നു. 4 മണിക്കൂർ സമയം അവൻ വീട്ടിനുള്ളിൽ, പിന്നീട് വീടിന്റെ പുറകുവശത്തുകൂടി രക്ഷപ്പെട്ടു. ചികിത്സയിൽ തുടരുന്ന 19-കാരിയുടെ നില അതീവ ഗുരുതരമാണ്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ വിരളം. വല്ലാത്ത ദുര്യോഗമാണ് ഈ പെൺകുട്ടിക്ക്. അച്ഛനും അമ്മയും ദത്തെടുത്ത ഒരു കുട്ടി. പിന്നീട് അവർ പൊന്നുപോലെ ആ കുട്ടിയെ നോക്കി വളർത്തി. വലിയ സാമ്പത്തിക നിലയിലുള്ള കുടുംബം. 4 വർഷങ്ങൾക്ക് മുൻപ് പെൺകുട്ടിയുടെ അച്ഛൻ മരിക്കുന്നു. പിന്നീട് അമ്മയും പെൺകുട്ടിയും ഒറ്റയ്ക്ക്. 3 വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ പോകുന്ന ബസ്സിലെ ജീവനക്കാർ അവളെ മൃഗീയമായി പീഡിപ്പിച്ചു. പിന്നീട് പോലീസിൽ പരാതി നൽകുന്നു. പോക്സോ കേസിൽ ബസ് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പോക്സോ കേസും ലൈംഗിക പീഡനവും നിരന്തര ഒറ്റപ്പെടലുകളും. അതിൽ നിന്ന് മുക്തി നേടാൻ അവൾ സമൂഹ മാധ്യമങ്ങളെ ആശ്രയിച്ചു. ഇൻസ്റ്റാഗ്രാമിലാണ് അനൂപിനെ പരിചയപ്പെടുന്നത്. ആ സൗഹൃദം പിന്നീട് അവൾ വളർത്തി. എന്നാൽ അവന് മറ്റു ചില ലക്ഷ്യങ്ങളായിരുന്നു. സാമ്പത്തികമായി വലിയ നിലയിലൊന്നും ആയിരുന്നില്ല അനൂപ്. ലഹരിക്കേസിൽ പ്രതി. നിരവധി അടിപിടി കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന സംശയം ഇപ്പോൾ പോലീസിന് ബലപ്പെട്ടു. പെൺകുട്ടിയുമായി ചങ്ങാത്തത്തിലായ അനു പലവട്ടം ആ വീട്ടിൽ വന്നു. ആൺ സുഹൃത്തുമായുള്ള ബന്ധത്തിൽ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെന്ന് അമ്മ പറയുന്നു. മകളെ അയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നു പലവട്ടം. പലപ്പോഴും മൂക്കിന്റെ പാലം തകർന്നും മുഖത്ത് അടിയേറ്റ പാടുമായാണ് അവൾ വീട്ടിൽ വരുന്നത്. ഒരിക്കൽ പള്ളി കഴിഞ്ഞ് താൻ മടങ്ങി വരുമ്പോൾ അവൻ ഈ വീട്ടിലുണ്ട്. മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സമ്മതിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം വീട്ടുകാരോട് ഇവിടെ വന്ന് സംസാരിക്കാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ വന്ന് നിന്റെ വീട്ടുകാരോട് സംസാരിക്കാം. തനിക്ക് 3-4 വർഷം സമയം വേണമെന്നാണ് അപ്പോൾ യുവാവ് തന്നോട് പറഞ്ഞത്. അതൊരു നല്ല കാര്യമായി തോന്നിയില്ല. തുടർന്ന് മകളെ താൻ ഉപദേശിച്ചു. ഈ ബന്ധം നമുക്ക് ചേർന്നതല്ല, അവനെ ഉപേക്ഷിക്കണമെന്ന് മകളോട് നിർബന്ധിച്ചു. എന്നാൽ അവൾ കേട്ടില്ല. പകരം മകൾ താനുമായി പ്രശ്നത്തിലായി. ആ വീട്ടിൽ നിന്നാൽ തൻ്റെ ജീവൻ കൂടി അപകടത്തിലാകുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് വേറെ താമസിച്ചത്. മകൾ ഒറ്റയ്ക്കായിരുന്നു പിന്നീട് ആ വീട്ടിൽ. അവൻ പതിവായി അവിടെ എത്തും. ആൺസുഹൃത്ത് മകളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ ബന്ധം ശാശ്വതമല്ല എന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ താൻ ആവുന്നത്ര ശ്രമിച്ചു. മകളുടെ ശരീരം മുഴുവൻ അടിയേറ്റ പാടുകളായിരുന്നു. ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും വീണ് പരിക്കേറ്റുവെന്ന്. പക്ഷേ അന്നു മുതൽ എനിക്ക് സംശയമുണ്ട്. പറ്റാവുന്ന രീതിയിലൊക്കെ അവളെ ഞാൻ ഗുണദോഷിച്ചു. ഇത്രയും പ്രായമായതല്ലേ, എനിക്കും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാത്തിനും ഒരു പരിധിയില്ലേ എന്ന് അമ്മ ചോദിക്കുന്നു. ഒരു മകൾ മാത്രമാണ് തനിക്കുള്ളത്. താൻ വിധവയാണ്. എൻ്റെ ജീവനേക്കാൾ ഞാൻ അവളുടെ ജീവന് വേണ്ടിയാണ് ഓരോന്നും ചെയ്തത്. ഇപ്പോൾ പോലും ഞാൻ ജീവനോടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളോടിതെല്ലാം വെളിപ്പെടുത്താൻ കഴിയുന്നത്. അമ്മയും മകളും മാറിയാണ് താമസമെന്ന് പറഞ്ഞ് എന്നെ ചിലർ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ അവൾക്കൊപ്പം താമസിച്ചാൽ അവളുടെ ആൺസുഹൃത്ത് നേരത്തെ തന്നെ എന്നെ കൊലപ്പെടുത്തുമായിരുന്നു. ആൺസുഹൃത്തിനെ പലവട്ടം പോലീസ് ചോദ്യം ചെയ്തു. പലപ്പോഴും വ്യത്യസ്തമായ മറുപടിയാണ് ഇയാൾ പോലീസിന് നൽകുന്നത്. ശനിയാഴ്ച രാത്രി 10:15 ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കൃത്യമായി മനസ്സിലാക്കി. 4 മണിക്കൂർ സമയം അവനവിടെ ചെലവഴിച്ചു. പെൺകുട്ടിയുമായി തർക്കത്തിലായെന്നും അവളെ താൻ ക്രൂരമായി മർദ്ദിച്ചുവെന്നും അയാൾ പോലീസിനോട് സമ്മതിച്ചു.
ഒരു പെൺകുട്ടിയെ കൊല്ലാക്കൊല ചെയ്യുക, അതും മൃഗീയമായി. ഞായറാഴ്ചയായിരുന്നു ഈ യുവതിയെ അർദ്ധനഗ്നയായ നിലയിൽ ആ വീട്ടിൽ കണ്ടെത്തിയത്. കഴുത്തിൽ കയർ മുറുകിയ നിലയിൽ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അതിഗുരുതരമായ അവസ്ഥ. കഴുത്തിലുള്ള മുറിവ് ഗുരുതരമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ദേഹമാസകലം ചതവുണ്ട്. പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതാണ് എന്ന് തുടക്കത്തിൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പിന്നീട് പോക്സോ കേസുമായി ബന്ധപ്പെട്ട ബസ് ജീവനക്കാരെ പോലീസ് സംശയിച്ചു. ജാമ്യത്തിലിറങ്ങിയ അവരാണോ ഇത്തരമൊരു ആക്രമണം നടത്തിയത്? പിന്നീട് നടന്ന അന്വേഷണത്തിൽ അവരെല്ലാം ആൺസുഹൃത്തായിരുന്നു ആ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി. അബോധാവസ്ഥയിലാണ് പെൺകുട്ടി. അവൾക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരുവിധ ഓർമ്മയുമില്ല. തലയ്ക്ക് നല്ല ക്ഷതമുണ്ട്. ഞായറാഴ്ച ഉച്ചസമയത്താണ് പെൺകുട്ടിയെ വീട്ടിൽ അവശനിലയിൽ ബന്ധു കണ്ടെത്തിയത്. ഒരു ബന്ധു അതുവഴി പോയപ്പോൾ കയറ് നോക്കി ബെല്ലടിച്ചു. പക്ഷെ വീട് തുറന്നില്ല. പിന്നീട് ജനാലയിലൂടെ നോക്കുമ്പോൾ കിടക്കയിൽ അവശനിലയിൽ കിടക്കുന്ന പെൺകുട്ടി. കയ്യിലെ മുറിവിലൊക്കെ ഉറുമ്പരിച്ച നിലയിലായിരുന്നു. മിക്ക ദിവസങ്ങളിലും വീട്ടിൽ ഒറ്റയ്ക്കായ യുവതിയെ ഈ ആൺസുഹൃത്ത് തേടി വരും. മർദ്ദനത്തിനൊടുവിൽ അനൂപ് പെൺകുട്ടിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. എന്തൊരു ലോകമെന്ന് നമ്മൾ കരുതുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. മിക്കവരും സൈക്കോ ക്രിമിനലുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സമൂഹത്തിലെ പെൺകുട്ടികൾ. ഒറ്റപ്പെടലിൻ്റെ തുരുത്തിൽ നിൽക്കുമ്പോൾ ആശ്രയിക്കാനായി നിങ്ങൾ അഭയം തേടുന്നത് ഇത്തരം ക്രിമിനലുകളെ ആയിരിക്കും. അവരുടെ ലക്ഷ്യം പലപ്പോഴും മറ്റു പലതും. ഒന്നുകിൽ അവർ നിങ്ങളെ പിച്ച് ചീന്തും, അല്ലെങ്കിൽ അവർ സുഹൃത്തുക്കളുടെ കൈകളിലേക്ക് നിങ്ങളെ എറിഞ്ഞു കൊടുക്കും. എത്രയെത്ര ദുരവസ്ഥകൾ, ദുരന്തങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ പെൺകുട്ടിയും നേരിട്ടത് സമാനമായ അവസ്ഥ. അവൾക്ക് ആ മാതാപിതാക്കൾ എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു. വലിയ സാമ്പത്തിക ഭദ്രതയുള്ള മാതാപിതാക്കളായിരുന്നു അവർ. ദത്തുപുത്രിയായി ആ വീട്ടിലെത്തി ഒരു രാജ്ഞിയെപ്പോലെ കഴിയാമായിരുന്ന പെൺകുട്ടിക്ക് എന്നാൽ തുടക്കം മുതൽ അവൾക്ക് ദുരന്തങ്ങളുടെ നീണ്ട യാതനകൾ. സ്കൂളിലേക്കുള്ള യാത്രയിലാണ് ബസ് ജീവനക്കാർ അവളെ വശീകരിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചത്. പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ആൺസുഹൃത്ത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനായി. അമ്മയുമായി പിണങ്ങി ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ ഉറപ്പിച്ച മകൾ. എന്തുകൊണ്ട് അമ്മയോടൊത്തുപോയില്ല ആ കുട്ടി? അമ്മയെ ചേർത്ത് പിടിച്ച് ആ മാറിൽ കിടന്നുറങ്ങിയിരുന്നുവെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. അമ്മയേക്കാൾ അവൾ വിശ്വസിച്ചത്, ആശ്രയിച്ചത് എവിടെ നിന്നോ വന്ന ഒരു സൈക്കോ ക്രിമിനലിനെ. അതാണ് ഇത്തരം ദുരന്തങ്ങളിലെത്താനുള്ള കാരണം. എല്ലാം തകർന്ന് ഓർമ്മ പോലുമില്ലാതെ അവൾ വെന്റിലേറ്ററിൽ തുടരുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും. ഓരോ കുടുംബങ്ങളിലെ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഈ ദുരവസ്ഥ നേരിൽ കാണണം. ഇതാണ് കൃത്യമായ സമൂഹത്തിൻ്റെ അടയാളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.